ഹായ് ഗായ്സ്, ഇന്ന് ഡേ 3 ആണ് കേട്ടോ. So it is our last day in Kempinski Engelberg. See you for this nice view. Okay. ഇത് ഒരുപാട് മിസ് ചെയ്യും. ബൈ ബൈ. അവർ ബാൽക്കണി വ്യൂ അല്ലേ? ബാൽക്കണി വ്യൂ. അതെ അതെ. ബൈ ബൈ. ബൈ ബൈ. എവിടെ? ബൈ ബൈ. ഇതായിരുന്നു നമ്മൾ താമസിച്ച കെമിൻസ്കി പാലസ് എങ്കിൽബർഗ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി. ഇതുവരെ ഞാൻ താമസിച്ചതിൽ വെച്ച് ഏറ്റവും കിടിലം ലക്ഷറി ഹോട്ടൽ. ഇത് കെമിൻസ്കിയുടെ ബാക്കിലൊരു പബ്ലിക് ഗാർഡൻ ആയിരുന്നു. ഈ വ്യൂ ആയിരുന്നു ആക്ച്വലി നമ്മുടെ ബാൽക്കണി വ്യൂ കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നമ്മൾ ഒന്ന് നടക്കാനിറങ്ങി. അതിൻ്റെ ചുറ്റും ഒന്ന് നടക്കാൻ പോയി കേട്ടോ. ഇന്ന് സ്വിറ്റ്സർലൻഡിൻ്റെ അവസാനത്തെ ദിവസമാണ്. അപ്പം മാക്സിമം സ്ഥലങ്ങളൊക്കെ കാണാൻ നമ്മൾ നടന്ന് തന്നെ പോയി കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ മൗണ്ട് ഇറ്റലീസ് പോകാനായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു. വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുത്തു, അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഇവിടുത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതിനിടയ്ക്ക് ബഹളം തുടങ്ങി. മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം. അതെ അതെ, ഏഞ്ചൽബർഗ് എന്ന ഗ്രാമം അല്ലേ? ചെറിയ പൊക്കമുള്ള ഇല്ലേ, വലിയ ഹൈറ്റ് ഇല്ലെന്ന്. എടേ കണ്ണാപ്പി, 3200 മീറ്റർ ഉള്ളൂ. അതെ, 3000 മീറ്റർ. ചെറിയ പൊക്കം. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോ പേടിയൊന്നുമില്ലല്ലേ? ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോ എനിക്ക് കുഴപ്പമില്ല. കുട്ടാപ്പിക്ക് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലായില്ല. ഒരു 3-4 ഇതും കൂട്ടി 5ാമത്തെ ലെയറാണ് ഈ ഇട്ടേക്കുന്നത്. അതാണ് എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഇതാണ് ആപ്സ് മരം. അല്ലെങ്കിൽ 360 കാണാം കേട്ടോ. തന്നെ ഇത് നമ്മുടെ കാശ്മീർ പോലെ ഉണ്ടല്ലേ? കാശ്മീർ പഹൽഗാം. ഇവിടെ മറ്റേ ഈ പറഞ്ഞ ഗാർഡനും ആ ഒരു തുറന്ന ഏരിയ. അതെ, ബാക്കില് സ്നോ മൗണ്ടൻ. ഈ ഒരു ഏരിയയാണ്. അതെ അതെ, പഹൽഗാം കാശ്മീരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. അതെ അതെ, സെയിം പക്ക. അതെ, അല്ലേ? ഒരു വ്യത്യാസമില്ല. എന്തിനാണ് കാര്യന്നത്? അയ്യോ, വലിയ കുത്തനെ കയറ്റം. ഈ ഏരിയ മറ്റേ ഇത് സ്കീ പാർക്ക് ആട്ടോ. ഈ സമയം ആയോണ്ടേ, ഇപ്പൊ ഓൾമോസ്റ്റ് സമ്മർ ആയല്ലോ. അതാ കാര്യം. അവിടെയാണ് ആക്ച്വലി എല്ലാരും സ്കീ ചെയ്യുന്നത്. ഇനിയാണ് നമ്മള് മൗണ്ട് എത്ലിസ് മറ്റേ വേൾഡിലെ മറ്റേ റൊട്ടേറ്റിംഗ് കേബിൾ കാറിലേക്ക് പോകണം. 360. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന റൊട്ടേറിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൽ നമ്മൾ കയറി കേട്ടോ. ഇതാ വരുന്നു അദ്ദേഹം. എന്തൊരു വ്യൂ അല്ലേ! ഒരു യമണ്ടൻ സാധനം കേട്ടോ. അറ്റ് എ ടൈം എനിക്ക് തോന്നുന്നു ഒരു 10-25 പേരെങ്കിലും ഇതിൽ കയറും കേട്ടോ. അത്രയ്ക്ക് വലുതാണ്. സ്വിറ്റ്സർലാൻഡ് മൗണ്ട് ഇറ്റലീസിലാണ് വേൾഡിലെ ഏറ്റവും ഫസ്റ്റ് റൊട്ടേറിംഗ് കേബിൾ കാർ വന്നത് കേട്ടോ. അതിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
വേൾഡിലെ ഫസ്റ്റ് 360 റൊട്ടേറിംഗ് കേബിൾ കാറാണ്. അവിടെ നിന്ന് ഇറങ്ങി നേരെ കാണുന്നത് ഗ്ലേഷ്യർ കേവിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ മോനും മച്ചും വെളിയിലാണ്, ഞാൻ മാത്രമാണ് ഇപ്പോൾ ഐസ് കേവിലോട്ട് കയറിയിരിക്കുന്ന ഗ്ലേഷ്യർ കേവ് കേട്ടോ. സ്ട്രോളർ ഇവിടെ കയറ്റത്തില്ല, അതുകൊണ്ട് അവർ രണ്ടുപേരും വെളിയിലാക്കിയിട്ട് ഒറ്റയ്ക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ അത്യാവശ്യം സ്ലിപ്പറിയാണ് കേട്ടോ, അതുകൊണ്ട് പതുക്കെയാണ് നടക്കുന്നത്. ഇത് അവിടുത്തെ മൗണ്ട് ആൽപ്സിലൊക്കെ കണ്ടുവരുന്ന ഒരു സ്പീഷ്യസ് ആണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അണ്ടാങ്കുഞ്ഞു പോലെ ഇരിക്കും. ഈ കാണുന്നതൊക്കെ പക്ക ഐസാണ് കേട്ടോ, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കാണുന്ന പോലെ. ഈ നമുക്ക് തൊട്ടറിയാം, ആ ഐസ് കട്ട തൊടുന്ന പോലെ എഫക്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിൽക്കുന്ന പോലെയാണ്. ഗ്ലേഷ്യർ കേവിൻ്റെ ഉള്ളിൽ ഐസ് കൊണ്ടുണ്ടാക്കിയൊരു ബോർഡുണ്ട് കേട്ടോ. ടിറ്റിൽ ഈസ് ദ പീക്ക് ടു ബി. ഈ ഒരു ഗ്ലേഷ്യർ കേവ് ഉള്ളത് 3230 സംതിങ് മീറ്റേഴ്സ് സീ ലെവലിന് മേലെയാണ് കേട്ടോ. ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സ്ലിപ്പറിയാണ്, നല്ല തണുപ്പാണ്, ഐസ് കേവാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എക്സിറ്റിലോട്ട് ഞാൻ പോവാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പോയത് ക്ലിഫ് വാക്ക് ചെയ്യാനാണ് കേട്ടോ. ഞാൻ കാത്തിരുന്ന ഈ ഒരു ക്ലിഫ് വാക്കിന് മേലെ കൂടെ നടക്കാനായിരുന്നേ. അറ്റ്ലാസ് ക്ലിഫ് വാക്ക് നമ്മൾ ഏതെല്ലാം കൂടെ പോകുന്നത് കേട്ടോ. ആടുന്നുണ്ട് കേട്ടാ. ഹൈറ്റ് കേട്ടാ. ആടലോടെ ആട്ട ആടലോടെ ആട്ട. എന്താ ഹൈറ്റ് പേടിയില്ലാത്തോണ്ട് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ കറക്റ്റ് മിഡിലെത്തി. നമുക്ക് അങ്ങ് എൻഡ് വരെ പോയിട്ട് വരാം കേട്ടോ. ആടയുടെ ഓടാട്ടം. ഹാപ്പി ഗോ മൗണ്ട് ടിറ്റിലീസ് അറ്റ് സ്വിറ്റ്സർലാൻഡ്. എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. താങ്ക് ഗോഡ്. നമ്മളെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കുപാലമില്ലേ, അതാണ് ഇത്. ഞാൻ വിചാരിച്ചു ഇത് ഫിക്സ് ആയിട്ടിരിക്കുന്നു. അല്ല, ആടലോടാട്ടം. ഓടാ ചാടാ ഓടാ. ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഈ ആക്രാന്തം. ആ ഓടാ ആ ചാടാ. മോനെ മച്ചുവിനെ അങ്ങ് നിർത്തിയിരിക്കുകയാണേ. ഇത് കഴിഞ്ഞിട്ടാണ് കയറാൻ.
മോനെ കൊണ്ട് കയറ്റാൻ പറ്റത്തില്ല, ഡേഞ്ചറാണ് കുറച്ച്. എക്സ്ക്യൂസ് മീ. താങ്ക് യു. ഹായ് ഹായ് കുട്ടാപ്പി, ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ്. അയ്യോ വീണ പോയി. ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഇത് മൗണ്ട് ടിറ്റിലീഷിലാണോ? ഗുഡ് ബോയ്. ഇത് വേറൊരു സൈഡാണ് കേട്ടോ. ഗ്ലേഷ്യർ പാർക്കിലോട്ട്, ഗ്ലേഷ്യർ അല്ലല്ലോ, എന്തോ പറയുമല്ലോ, എന്താ ഐസ് ഫ്ലയർ ആണ് കേട്ടോ, സോറി. ഐസ് ഫ്ലയറിലോട്ട് അതാണ് സംഭവം. അതിൽ നമുക്ക് മുന്നിൽ കൊണ്ട് കയറാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പനോരമിക് വ്യൂ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ, അങ്ങോട്ട് പോകും കേട്ടോ. വായൊക്കെ ഇവിടെ വന്നിട്ട് മഞ്ഞ് കളിച്ചില്ല വേണ്ട. ഒട്ടുമിക്ക ഇന്ത്യൻസും മൗണ്ട് ടിറ്റിലീസിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എന്താണെന്നറിയോ? ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്ന ഒരു കട്ട് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഷാറുഖ് ഖാൻ്റെയും കാജോളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കണം. അങ്ങനെ നമ്മളും വിട്ടുകൊടുത്തില്ല, നമ്മൾ 2-3 ഫോട്ടോസ് എടുത്തു കേട്ടോ. പക്ഷേ ഞാൻ മെയിനായിട്ട് പോയത് ക്ലിഫ് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസാണ്. ആക്ച്വലി ഇവിടെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യേണ്ട സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ സ്നോ പാർക്കുണ്ട്, ഐസ് ഫ്ലയർ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അത്ര നേരം നിൽക്കുന്നില്ല. മോന് 1.5 വയസ്സായിട്ടുള്ളൂ. കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്രയും കണ്ടത് തന്നെ ഭാഗ്യം. അവനെയും കൂടി ലെക്കാണത്. അതുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ കുറച്ച് ഇനി ഒന്നുമില്ല. നമ്മൾ പാർക്കിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്നില്ല, മോനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഐസ് ഫ്ലയറും നമ്മൾ അവോയ്ഡ് ചെയ്തു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെയാണ് സീനിക് ബ്യൂട്ടി ആസ്വദിക്കാനാണ് നമ്മൾ വന്നത്. നൈസ്, വെരി നൈസ്, ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. നമ്മുടെ ഷാറുഖ് ഖാൻ കട്ടൗട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഓൾറെഡി ഫോട്ടോ ഒക്കെ എടുത്തു കണ്ടോ. ഇവിടെയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി. കുട്ടാപ്പിലെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ആയിരുന്നു. എവിടെ വന്നത് നോക്ക്, 3020 മീറ്റർ ഹൈറ്റിലാണ് കുട്ടാപ്പി അവിടെ എത്തിയിരിക്കുന്നത്. അറിയോ ഗൈസ്? Hello, we made it to Mount Tigiri. Okay. We made it. Kaka. ഇത് സ്വിറ്റ്സർലാൻഡിൻ്റെ അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. അവിടുന്ന് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മുടെ പനോരമിക് വ്യൂ ഉള്ള റെസ്റ്റോറൻ്റ് എത്തുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല, കിടിലം വ്യൂ ആണേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൊട്ടേറിങ് കാറിലോട്ട് കയറി കേട്ടോ, കേബിൾ കാറിലോട്ട് കയറി. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അറ്റ് ലാസ്റ്റ് നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒട്ടും അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ചെവി അടയും, പിന്നെ ഒരു മൂക്കിലൊരു കിറുകിറുപ്പ്, പിന്നെ സംസാരിക്കുന്നൊരു വഴവഴപ്പ്, അത്രയ്ക്കുള്ള പ്രശ്നം. വേറൊന്നുമില്ല. പുറത്തോടെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഓൾ സെറ്റ്. താങ്ക് ഗോഡ്. ഗൈസ്, നേരത്തെ നമ്മൾ കണ്ടില്ലേ മറ്റേ സ്നോ ടൈമിൽ ആൾക്കാർ വന്ന് സ്കീ ചെയ്യുന്ന സ്ഥലമാണ് അത്. അത് ആക്ച്വലി ലേക്കാണ്. അത് ഫ്രീസായി അതിന് മേലെ സ്നോ വീഴുമ്പോഴാണ് ഇവിടെ സ്നോ പാർക്ക് ആവുന്നത് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് വിൻ്റർ സീസൺ തീരാറായപ്പോഴാണ് ഇവിടെ വന്നത്. ആ ടൈം നോക്കി വന്നതാണ്. ഇത്രയും തണുപ്പിൽ ഈ മോനെ കൊണ്ടുവരാൻ പറ്റുന്നൊരു ഇതില്ല. അതുമല്ല ഫുൾ സ്നോ കാണുന്നതിന് നമുക്ക് താല്പര്യമില്ല. കുറച്ച് പച്ചപ്പൊക്കെ വേണ്ടേ അല്ലേ? പറയാനില്ല, എന്താ പറയാ. ദിവസാഴ്ച താഴെ എത്തി തിരിച്ച് അബുദാബിയിലേക്ക് പോകണം. അത്രേ ഉള്ളൂ. തിരിച്ച് ഈ എന്താ പറയുക, ഇനി ഇതുപോലെ നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കാനായിട്ട് അധ്വാനിച്ച് ജീവിക്കണം. അത്രേ ഉള്ളൂ. അല്ല എന്താ പറയുക. എല്ലാം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ച് ഈ വില്ലേജിൽ അവിടെ ആയിട്ട് ഏഞ്ചലിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അവിടുത്തെ ഒരു ചർച്ചിനെ കുറിച്ച് അറിയുന്നത് കേട്ടോ. ഏഞ്ചലിൻ്റെ ഒരു ചർച്ചുണ്ട്. അപ്പോൾ അത് തപ്പി നടക്കുമായിരുന്നു നമ്മൾ കേട്ടോ. ഈ കാണുന്നതാണ് അവിടുത്തെ ഏഞ്ചലിൻ്റെ സ്റ്റാച്ചു കേട്ടോ. ഈ റൂഫിലൊക്കെ ഏഞ്ചൽബർഗ് എന്ന് എങ്ങനെയാണ് ഈ വില്ലേജിന് പേര് കിട്ടിയെന്നുള്ളൊരു സ്റ്റോറി പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കയറിയ പള്ളി ഏഞ്ചൽബർഗിൻ്റെ പള്ളിയാണ് കേട്ടോ. മീൻ ഇതിൻ്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായത് ഒരു ഏഞ്ചലിൻ്റെ സൗണ്ട് ഈ ഒരു ഏരിയയിൽ വന്നു സ്പ്രെഡായി. അങ്ങനെ ആ ഒരു ഏരിയയിലാണ് ഈ പള്ളി കെട്ടിയത്. ഈ ഒരു വില്ലേജിന് ഏഞ്ചൽബർഗ് എന്നുള്ള പേര് വന്നെന്നാണ് വിശ്വാസം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കണം കേട്ടോ. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇതും കൂടി കണ്ടു. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ പോയ എല്ലാ സ്ഥലത്തിൻ്റെയും ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു. സന്തോഷം. ഇപ്പോൾ വേറൊന്നുമില്ല. നമ്മൾ ബാക്ക് ടു നമ്മുടെ ദുബായ് ട്രെയിൻ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം നടത്തത്തോടെ നടത്തുക. പക്ഷെ നല്ല രസമുണ്ട്, നടന്നു കാണാനുണ്ട് കേട്ടോ ഈ വില്ലേജ്. ആരെങ്കിലും സ്വിറ്റ്സർലാൻഡ് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് വരേണ്ട ഒരു വില്ലേജാണ് ഏഞ്ചൽബർഗ്. കിടക്കെന്ന് വെച്ചാൽ കിടക്ക് ഒരു രക്ഷയില്ല. നമ്മൾ ഓൾമോസ്റ്റ് ട്രെയിനിൽ എല്ലാ വില്ലേജും നമ്മൾ ട്രെയിൻ റൂട്ടിൽ നമ്മൾ ഇന്നലെ കവർ ചെയ്തായിരുന്നു. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടലായിട്ടുള്ള സ്ഥലം ഏഞ്ചൽബർഗാണ് കേട്ടോ. നമുക്കിഷ്ടപ്പെട്ടതാണ് പേഴ്സണലി. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണല്ലോ. നമ്മളവിടെ കെമിൻസ്കി പാലസിലാണ് താമസിച്ചത്. അവിടെ നിന്നുള്ള സിനിമയിൽ നിന്നുള്ള വ്യൂ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടും ഹാപ്പി. ഓക്കെ ദെൻ
ഇവിടെ വെച്ച് നമ്മളെ യൂറോപ്പ് സീരീസ് നിൽക്കണം കേട്ടോ. അപ്പോൾ കണ്ടവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ. ഈ വില്ലേജ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. വില്ലേജ് മാത്രമല്ല, മൊത്തത്തിൽ സ്വിറ്റ്സർലാൻഡ് എങ്ങോട്ട് ക്യാമറ പിടിച്ചാലും ഒടുക്കത്തെ വ്യൂ ആണ്, ഫ്രെയിമാണ്, ഒരു രക്ഷയില്ല. കളർഫുൾ. ഹൗസ് എടുക്കുന്ന ഹൗസ്, ഇതാ ഹൗസ്, ഇവിടെ ഒരു ഹൗസ്. ഹായ്. അങ്ങനെ നമ്മളെല്ലാം കണ്ടു നേരെ കെമ്മൻസ്കിയിലോട്ട് പോയി കേട്ടോ. അവിടെ കുറച്ച് നേരം ഇരുന്നു ഫ്രഷ് ആയിട്ട് നമ്മൾ ലഗേജും കളക്ട് ചെയ്തിട്ട് നേരെ എങ്കിൽബർഗ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി കേട്ടോ. വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ടു സൂറിച്ച്, സൂറിച്ചിൽ നിന്ന് ഡയറക്റ്റ് എയർപോർട്ടിലോട്ടുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ടിലേക്ക് വന്നപ്പോഴേക്കും എന്താണ്ട ട്രെയിനിൻ്റെ അവിടെ നിന്നൊരു സൈൻ ഗുഡ് ബൈ കം ബാക്ക് സൂൺ ഇനിയില്ല, മതി. ഇനിയിപ്പോൾ തുന്നി കെട്ടാൻ പോലും പറ്റാത്ത അവസ്ഥ. അല്ലല്ല ഫ്ലൈറ്റ് എവിടെ കിട്ടാക്കി?